മന്ത്രിക്കും ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. ഈ പറയുന്ന ആരോഗ്യവകുപ്പിൻ്റെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ എന്താ കഴിയാതെ പോയത്? ഈ സംസ്ഥാനത്തുള്ള കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ മന്ദിരങ്ങൾ, ഈ പറയുന്ന ആശുപത്രികൾ, ഇതിൻ്റെ എല്ലാം പഴക്കം എത്രത്തോളം ഉണ്ടെന്നും ഇതിലേതൊക്കെ തകരാനിരിക്കുകയാണെന്നും ഇതിൽ എത്ര പേർ മരിക്കുമെന്നും ഒക്കെ ഉള്ളതിൻ്റെ കണക്കെടുക്കണവർ. സർക്കാരിനാണല്ലോ ഉത്തരവാദിത്തമുണ്ട്. ഇത് ചെയ്യാതെ ദുരന്തങ്ങൾ വരുമ്പോൾ അതിനെ വിളിച്ചു വരുത്തി അതിൻ്റെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനവും വൈകിച്ച് ആൾക്കാരുടെ ജീവിതം കൊണ്ട് കളിക്കുകയല്ലേ ഈ സർക്കാർ ചെയ്തത്? ഒരു കുടുംബത്തിന് ആ മകൻ്റെ ദുഃഖം മാറ്റാനായിട്ട് എത്ര രൂപ നഷ്ടപരിഹാരം കൊടുത്താലും കഴിയില്ലല്ലോ. അതിനിവരെന്താ മറുപടി പറയുക? ഒരു മകൾക്ക് അമ്മയില്ലാതായി, ഒരു സുഖമില്ലാത്ത മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ നഷ്ടമായി, ആദ്യ ശമ്പളം കൊണ്ട് കൊടുക്കാനായിട്ട് അമ്മയില്ലാത്ത അവസ്ഥയിലാണ്. എന്ത് ചെയ്യും ആ മകൻ? അപ്പോൾ ഇതിൻ്റെ ഈ ധാർമ്മികമായ ഉത്തരവാദിത്വം ഉറപ്പായിട്ടും സമ്പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ആ കുടുംബത്തിൻ്റെ ഉണ്ടായ നഷ്ടത്തിൽ ഇതെടുത്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ മന്ത്രിമാർ 2 പേര് രാജിവെക്കണം. MLA സ്ഥാനം അടക്കം രാജിവെച്ചൊഴിഞ്ഞു പോകണം. അവിടുത്തെ ജനപ്രതിനിധിയായി ഇരിക്കാനൊന്നും വാസവനൊന്നും യാതൊരു യോഗ്യതയുമില്ല. അതുണ്ടെങ്കിൽ ഇങ്ങനെയല്ല അവിടെ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വ്യക്തമായിട്ടുള്ള കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.